നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? എന്താണ് ഉസ്താദേ? കുഞ്ഞിന് 1 വയസ്സാകുന്നതിന് മുമ്പ് ഭാര്യ വീണ്ടും ഗർഭിണിയായി. അതിന് ഇതിപ്പോൾ ഞങ്ങളോട് പറയണ എന്തിനാ? സംഗതി നിങ്ങൾക്കിപ്പോൾ ഒരു സംഗതി തോന്നിയില്ലേ? ഇതേ സംഗതിയാണ് എനിക്കും തോന്നിയത്. ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഉണ്ട് വാർത്ത കാണുന്നത്. നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? എന്താണ്? ഭാര്യ വീണ്ടും ഗർഭിണിയായി. കുഞ്ഞിന് 1 വയസ്സാകുന്നതിന് മുമ്പ് ഭാര്യ വീണ്ടും ഗർഭിണിയായി. എന്തോ വലിയ ആനക്കാര്യം പോലെ പൊതുസമൂഹത്തിൽ വന്നിരുന്ന് പറയാണ്. സംഗതി വലിയ അച്ചീവ്മെൻ്റ് നേടിയെടുത്ത ഭർത്താവിന് നമുക്ക് എന്ത് അവാർഡ് കൊടുക്കണം? ഗജവീരപ്പട്ടം തന്നെ കൊടുക്കണം അല്ലേ? ലോകത്തൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അത്ഭുതകരമായൊരു വിപ്ലവം സാധിച്ചെടുത്തതിന് ആ കെട്ടിയവന് നമുക്ക് അടിപൊളി ഗിഫ്റ്റ് അങ്ങ് കൊടുക്കണം. എന്തുവാ അടേ ഇതൊക്കെ? ഇച്ചിരൊക്കെ നാണോമാനൊക്കെ വേണ്ടേ? മോശല്ലേ? ഇസ്ലാമിക വേഷമൊക്കെ ധരിച്ച് വന്നിരുന്ന് ഇങ്ങനെ കെട്ടിയോളയും കൊണ്ടിരുത്തിയിട്ട് നാട്ടുകാരോട് എന്തൊക്കെ കഥകളാണ് പറയേണ്ടത്? ഒരു അല്പം കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് എല്ലാവർക്കും വേണ്ടതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. സത്യം പറഞ്ഞാൽ ഉമ്മത്തിൻ്റെ പോക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കുറേ യൂട്യൂബ് ഞാൻ പറയണില്ല, കാരണം ഇതിൻ്റെ അടിയിൽ മുഴുവൻ ചീത്തവിളികളായിരിക്കും. കുറേ യൂട്യൂബ് മുതലാളിമാരുണ്ട്, അവരുടെയൊക്കെ ഭാര്യമാരെ കൊണ്ടുവന്നിങ്ങനെ ഓരോ കോമാളിത്തരങ്ങൾ കാണിക്കുക. ഇപ്പോൾ എനിക്ക് ഒരാൾ അയച്ചു തന്ന വീഡിയോ, ഉസ്താദ് ഇതിനെതിരെ റിയാക്ട് ചെയ്യണം. ഞാൻ നോക്കുമ്പോൾ എന്താണ്, സ്ത്രീകളുടെ അടിവസ്ത്രത്തിൻ്റെ പരസ്യം ചെയ്യാണ്. ആര്? ഒരു മുസ്ലിം പെൺകുട്ടി. അവൾ നാണമൊക്കെ ഭാവിച്ച് പിന്നാലെ നിന്നിരുന്നൊരു പെൺകുട്ടിയാണ്. ഇപ്പോൾ കെട്ടിയവന് മുൻപോട്ട് കൊണ്ടുവന്ന് ഈ സാധനം ധരിച്ചാൽ അടിപൊളിയായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, മറ്റതായിരിക്കും, മറിച്ചതായിരിക്കും, ഇതിനെതിരെ ഉസ്താദ് റിയാക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, പോയടാ നിനക്ക്, ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ജീവിച്ച് പോയിക്കോട്ടെ, ഇനി ഇതും കൂടെ പറഞ്ഞിട്ട് വേണം ബാക്കി ആളുകൾക്ക് മെക്കിട്ട് കയറാനായിട്ട്. എന്നാലേ സംഗതി തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും കാര്യം ഗൗരവമാണ് കേട്ടോ. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അള്ളാഹു ഖുർആനിൽ പറയാണ്, കാലം തന്നെ സാക്ഷി, കാലം തന്നെ സത്യം, മനുഷ്യന്മാരൊക്കെ നശിച്ചുപോയി. ഈ കാലത്തെ മോശമായി ചിലവാക്കിയ മനുഷ്യരൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ഗൗരവമുള്ളതാട്ടോ. യൂട്യൂബിൽ കൊണ്ടുവന്ന് ഭാര്യയെ തുള്ളിക്കളിപ്പിക്കുന്ന എല്ലാ കെട്ടിയന്മാരും കേട്ടോ. അത് മലപ്പുറത്തുള്ളവർ മാത്രമല്ല, അത് ഇന്നൊരാളെന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ പറയണത്, എല്ലാവരും. ഒന്നാമത്തെ എന്താണ്, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, 5 കാര്യം ഹലാലാക്കിയാൽ ഉമ്മത്ത് നശിച്ചു, ഉമ്മത്തിന് അദാബിറങ്ങും. ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിന് അന്തസ്സില്ലാതായി പോയതിൻ്റെ കാരണം എന്താ? ഇതേപോലെ 5 കാര്യങ്ങൾ നമ്മൾ ഹലാലാക്കിയത് കൊണ്ടാണോ എന്ന് ചിന്തിക്കണം. ഒന്നാമത്തെ എന്താണ്, കള്ളുകുടി ജനറലൈസ് ചെയ്യപ്പെട്ടാൽ. കള്ളുകുടി അന്നും ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. ഇത് ജനറലൈസ് ചെയ്യപ്പെടുക, കള്ളുകുടി എന്നൊരു വിഷയമല്ലാതായി മാറുക. ഇന്ന് കള്ളുകുടി പോയിട്ട് എം ഡി എം എ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കഞ്ചാവൊന്നും വലിയ വിഷയമില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്തിനേറെ തെറ്റിനെതിരെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? തെറ്റിനെതിരെ ശബ്ദിക്കാൻ പറ്റാത്തൊരു കാലം വരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ യൂട്യൂബിൽ കിടന്ന് തുള്ളിക്കളിക്കണ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അടിയിലും നമ്മളെ ചീത്ത പറയാനായിട്ട് കുറേ താത്താന്മാരും കാക്കാന്മാരൊക്കെ ഉണ്ടാവും. പർദ്ദ ധരിച്ച് നിക്കാബ് ധരിച്ചു എന്ന് ചീത്ത വിളിക്കും. ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരുത്തൻ ആലിമീങ്ങളെക്കുറിച്ച് എന്തോ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മളൊരു വ്ലോഗ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എല്ലാ തോന്നിയാസവും കാണിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്നുള്ളൊരു സംഗതിയൊക്കെ വന്നപ്പോൾ അതിനെതിരെ ചെയ്ത സമയത്ത് നിക്കാബിട്ട പെൺകുട്ടികൾ വന്ന് എന്തൊക്കെയാണ് വിളിച്ചത്, നീ എന്തൊരു മൊയ്യാരാടാ, നീ മറ്റവനല്ലടാ, മറിച്ചവനല്ലടാ, ഡാഷ് 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 ഡാഷ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവളുമാരി വിളിച്ചത്? എന്താണ് ഇവളുമാരി നേടിയത്? ആരാണവൻ അല്ലേ? ആരാണ് ആ സഹോദരൻ? ഇവർക്കാരാണ്? എന്താണ് അദ്ദേഹം ഇവരിലുണ്ടാക്കിയ സ്വാധീനം എന്താണ്? അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ തെറ്റുകളെ ജനറലൈസ് ചെയ്യപ്പെടുന്ന കാലം ഒന്ന്. പിന്നെയോ, ഇദക്തഫർ റിജാലു ബിർ റിജാലി വൻ നിസാഉ ബിൻ നിസാ, പെണ്ണിന് പെണ്ണും ആണിന് ആണും മതിയാകുന്നൊരു കാലഘട്ടം. ഇന്ന് അങ്ങനെയുള്ള ലെസ്ബിയനിസത്തെ, ഗെയിസത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യാണ് മീഡിയകൾ മുഴുവൻ. നിങ്ങൾ നോക്കി, ഇപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പരിപാടിയിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് 2-3 കൊല്ലം ഇതുപോലുള്ള പാർട്ട്നേഴ്സിനെ കൊണ്ടുവരികയാണ്. എന്തിനാ? ഈ സംഗതിയെ ജനറലൈസ് ചെയ്താലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്യാപിറ്റലിസം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി പൈസ വാരാനുള്ള പദ്ധതിയാണ്, അതിനുള്ള വഴിയാണ് എന്ത്? ആണിനെയും പെണ്ണിനെയും തമ്മിൽ പാർട്ട്നേഴ്സ് ആക്കുക, അതിനങ്ങ് പൈസ ഇറക്കുക, അതിന് ഫണ്ട് ഇറക്കി കൊടുക്കുക, അവരെ വിജയിപ്പിക്കുക, അവരെ മുമ്പിൽ നിർത്തുക, അവരെന്തോ വലിയ സംഭവമാണെന്നിങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുക. ഇതിലൂടെ എത്രയോ മക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അദാബ് പ്രതീക്ഷിക്കണേ. മൂന്നാമത്തത് റജുല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പുരുഷവേഷം ധരിച്ച് നടക്കുന്ന സ്ത്രീ. ഞാനും ആണിനെപ്പോലെയാണ്, എനിക്കും സ്വാതന്ത്ര്യമുണ്ട്, ഞാനും തുറന്നിടും. എന്നിട്ട് തുറക്കാത്ത എന്തേ? പറച്ചിലും മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് പറച്ചില്ലോ ഒതുങ്ങാണ്. അതുപോലെ തന്നെ തിരിച്ചും സ്ത്രീവേഷം ധരിച്ച് നടക്കുന്ന പുരുഷൻ
ചിലരുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ വരത്തിച്ച് ഞാൻ എങ്ങനെയുണ്ട്, ഞാനിപ്പോൾ ഭയങ്കര ക്യൂട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും അല്ലേ. അപ്പോൾ അങ്ങനെയും കുറേ ആളുകൾ വരുന്ന കാലഘട്ടം അദാബിനെ പ്രതീക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞതാണ് നമ്മുടെ വിഷയം ദയ്യൂസ്. നമുക്ക് ഓൾറെഡി നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബി കള്ളുകുടിയനൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ ദയ്യൂസ് ആരാണ്? അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി. സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കെട്ടിയോളും മറ്റൊരുത്തൻ്റെ കൂടെ കിടക്കണ കണ്ടാൽ മിണ്ടാതെ നിൽക്കുന്നവനാണ് ദയ്യൂസ്. അതിന് മുഫസ്സിറുകൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്വന്തം ഭാര്യയെ ഒരു കാഴ്ചപ്പണ്ടാരത്തെ പോലെ അണിയിച്ചൊരുക്കി നാട്ടുകാരെ കാണിക്കാൻ നിർത്തുന്നവനും ദയ്യൂസാണത്രേ. നിങ്ങൾ ഇതുപോലുള്ള ചില യൂട്യൂബേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് നോക്കി. അവന്മാർ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കെട്ടിയോളെ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ്. അവരുടെ ചിരിയും കളിയും അവരുടെ കൊഞ്ചലും കുഴയിലും അവരുടെ കഥകളും വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞിരുത്തി അവരൊത്തു പോലും മറക്കാതെ എല്ലാ തോന്നിവാസവും കാണിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ അവൻ ഏതോ നൂറ്റാണ്ടിലുള്ളവൻ മറ്റത് മറിച്ചത്. എന്ത് നൂറ്റാണ്ട്? ഇസ്ലാം ഇത്തിരി പഴയ മതം തന്നെയാണ്. ആദ്യത്തെ മതം അള്ളാൻ്റെ മതം, ഒരേ ഒരു മതം, അത് ഇസ്ലാം മതം തന്നെയാണ്. പിന്നെ ഞാനീ പറയുന്ന സംഗതികൾ മുഴുവനും മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രം കേട്ടോ, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കാം. പക്ഷേ ഒരു മുസ്ലിമിന് ചില ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറിയാണ് ഞാൻ ഉണർത്തിയത്. ചിലർ പറയും ഞാൻ എൻ്റെ കെട്ടിയോക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പൊന്നുമോനെ, നിൻ്റെ കെട്ടിയോൾ ഇത്തിരി വിഷം ചോദിച്ചാൽ നീ വാങ്ങി കൊടുക്കുമോ കുടിക്കാൻ? പറയാൻ പറ്റൂല. അതിനെ പോലുള്ളവരൊക്കെ അതും കൊടുക്കൂല. അങ്ങനെയാണെങ്കിൽ അതിലും വലിയ അപകടത്തിലേക്കല്ലേ, നരകത്തിലേക്കല്ലേ നീ നിൻ്റെ ഭാര്യയെ തള്ളിവിടുന്നത്? നമുക്ക് സ്വർഗത്തിൽ പോയിട്ട് ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ, അവിടെ ഭാര്യ ഭർത്താക്കന്മാർ നല്ല സപ്രമഞ്ച കട്ടിലിരുന്ന് ഇങ്ങനെ ആടുമായിരിക്കും എന്നാണ് സ്വർഗത്തിൽ. അങ്ങനെ ഇരിക്കണ്ടേ നമുക്ക്? ഇവളെ കൊണ്ടുവന്ന് ഇങ്ങനെ തുള്ളിക്കളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ നരകത്തിലും, അവളെ കൊണ്ടുപോയി ഈ നരകത്തിലേക്ക് ഇട്ട നീ സ്വർഗത്തിലും പോവുമോ? അപകടമല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാം ഹലാലാക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് കമൻസ് ഒന്നും വായിക്കുന്നില്ലേ മക്കളെ? എന്തെല്ലാം തെറിവിളികളാണ്, എന്തെല്ലാം അനാവശ്യ വാക്കുകൾ. ഈ ഔറത്ത് പോലും മറക്കാതെ നിങ്ങൾ ഈ കൊണ്ടുവന്ന് തുള്ളിക്കളിപ്പിക്കുന്ന പെണ്ണിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ഹറാമിൻ്റെ കണ്ണുകൾ വന്നെത്തുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഇതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലേ? എൻ്റെ ഭാര്യയെ വിറ്റ് കിട്ടുന്ന പൈസ എനിക്കത് മതി എന്നുള്ള ബോധ്യമാണോ നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? എല്ലാവരെ കുറിച്ചല്ല കേട്ടോ, മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്. അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയാണ്. ഇത് മക്കളൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ നോക്കുമ്പോൾ എന്തോരം തെറിവിളികൾ, എത്രയോ മോശം സംസാരങ്ങൾ. നിങ്ങളെങ്ങാനും പെട്ടെന്ന് മരിച്ചു പോയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നിങ്ങൾ ബാക്കി വെക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബാക്കി വെച്ചത് എന്തായിരിക്കും? ഉമ്മയെക്കുറിച്ച് നാട്ടുകാർ, ഒരുപാട് മനുഷ്യന്മാർ പറഞ്ഞ വൃത്തികെട്ട വർത്തമാനങ്ങൾ. ഇതല്ലേ ബാക്കി വെക്കുക? അല്ലേ? മക്കളിത് കാണുമെന്നുള്ളൊരു ബോധ്യം വേണ്ടേ? നമ്മളെന്താണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നത്? ഇതിലൂടെ എന്താ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക? അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പിന്നെ കുറച്ച് താത്താന്മാരുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. അത് മാഷാ അള്ളയും ഇൻഷാ അള്ളയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ മാഷാ അള്ള കണ്ണ് കിട്ടാണ്ടിരിക്കട്ടെ എൻ്റെ പുള്ളക്ക്. മാഷാ അള്ള ഇൻഷാ അള്ളയ്ക്ക് എവിടെയാണ് പറയേണ്ടത് എന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ പറയുന്നവർ അള്ളാനെ കളിയാക്കല്ലേ. അങ്ങനെ അള്ളാനെ കളിയാക്കണം എന്നുള്ളൊരു ചിന്ത വന്നാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തും പോവുകയാണ്. അപ്പോൾ പറയേണ്ടത് പറയേണ്ടടുത്ത് പറയണം. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കൊണ്ടുവന്ന് കെട്ടിയോളം തുള്ളിക്കളിപ്പിക്കുന്ന, നിങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട രഹസ്യങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ വലിയ വീമ്പ് പറയുന്നത് പോലെ, അത് ആദ്യത്തെ പിള്ള 1 വയസ്സാണതിന് മുമ്പ് എൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി, അതിനിപ്പോൾ എന്താ ഞങ്ങൾ വന്ന് താലപ്പൊലി എടുക്കണം? ഒന്ന് പോയിടർക്കടന്ന് ഇത് വേണ്ട. അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഭയങ്കര സങ്കടമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ജാതി തോന്നിയാസ്തിന് നിങ്ങൾ ആരും നിൽക്കരുത്, മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ യൂട്യൂബിൽ വരണ്ടെന്നൊന്നുമല്ല കേട്ടോ. സനി യൂട്യൂബുണ്ട്. ഉസ്താദ് വന്ന് കെട്ടിയോടൊപ്പം ഇതേപോലെ തുള്ളി കളിക്കുന്നില്ലല്ലോ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നേ. എന്തിനാണ് ഇങ്ങനെ വന്ന് ഈ കെട്ടിയോളെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷമൊക്കെ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അള്ളാഹു നമ്മളെ ബോധമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.